അങ്ങനെ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന നോമിനേഷൻ വളരെ രസകരമായിട്ടുള്ള നോമിനേഷൻ തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതുവരെ ബിഗ് ബോസ് ഇങ്ങനെ ഒരു നോമിനേഷൻ ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. അതായത് നോമിനേഷൻ ഇങ്ങനെയാണ്, അതായത് ആര് എവിടെയൊക്കെ നിൽക്കുന്നു. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ആരും കിച്ചണിൽ വർക്ക് ചെയ്യാമെന്ന് ഇരിക്കട്ടെ, അപ്പോൾ അവിടുന്ന് ബിഗ് ബോസ് പെട്ടെന്ന് അനൗൺസ് ചെയ്യും ആരെയും നോമിനേറ്റ് ചെയ്യുക എന്ന്. അപ്പോൾ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോമിനേറ്റ് ചെയ്യണം, ആ രീതിയിൽ. കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ആ തന്നെ ബിഗ് ബോസ് വിളിക്കുന്നത് ആര്യനെ തന്നെയാണ്. ആര്യനെ വിളിക്കുമ്പോൾ ആരും പറയുന്നുണ്ട് നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ പേരിങ്ങനെ, ഓരോ ആൾക്കാരുടെ പേരിങ്ങനെ പറയുന്നുണ്ട്. നോമിനേഷൻ ഇതുവരെ നടന്നിട്ടില്ല ബിഗ് ബോസ് വീട്ടിൽ, പക്ഷേ ഈ പ്രാവശ്യം നടക്കാൻ പോകുന്ന നോമിനേഷൻ ഇങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെവിനെ വിളിക്കുന്നുണ്ട്. നെവിൻ കടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഞെട്ടിയെടുത്ത് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നൂറേനോട് നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ആര്യനും അതുപോലെ തന്നെ കുറച്ച് പേര് നൈസായിട്ട് നടന്ന് അടുത്തോട്ട് വന്ന് നിൽപ്പുണ്ടായിരുന്നു. അടുത്തോട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ആസ് യൂഷ്വൽ നൂറ പറയുന്നത് പോലെ തന്നെ ബിഗ് ബോസ് ഇങ്ങനെയാണ് എനിക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെറിയൊരു ക്ലാഷ് സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അനുമോളോട് പറയുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാബുമേനോട് പറഞ്ഞപ്പോൾ അനുമോൾ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് എടാ നീ നടന്നുകൊണ്ട് പറയല്ലേ, നീ ഇരുന്ന് പറഞ്ഞാൽ മാത്രമേ ആ ഒരു ക്യാമറ ആംഗിൾ വൃത്തി കിട്ടത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ബിഗ് ബോസ് കോമഡിയായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് ഒരു തങ്കടിച്ചോണ്ട്. അനുമോൾക്ക് ഈ ക്യാമറ ആംഗിളിനെ കുറിച്ചൊക്കെ നല്ല ബോധ്യമാണല്ലോ എന്നൊക്കെ ഒരു രീതിയിൽ പറയുന്നുണ്ട്. നല്ല ഫണ്ണായിട്ട് പോകുന്നുണ്ട്. എന്താ ഈ ഒരു രീതിയിലുള്ള നോമിനേഷൻ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത്. എന്തായാലും നല്ല രസകരമായിട്ടുള്ള നോമിനേഷനാണ്. ആരൊക്കെ നോമിനേറ്റ് ആയി, ആരൊക്കെ ഈ പ്രാവശ്യം നോമിനേഷൻ വരും, ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കുമോ? കഴിഞ്ഞ പ്രാവശ്യത്തെ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ വൺ രീതിയിലുള്ള അട്ടിമറികൾ സംഭവിച്ചൊരു നോമിനേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു വോട്ടിംഗ് ആയിരുന്നു. ഇപ്രാവശ്യം എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും നോമിനേറ്റ് ആകുമ്പോഴേക്കും ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ബിഗ് ബോസിനെ കുറിച്ചുള്ള A to Z അപ്ഡേറ്റ്സ് ഞാൻ ഇടുന്നതായിരിക്കും. മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തൊക്കെ ബിഗ് ബോസ് സംഭവിച്ചാലും അതപ്പോൾ ഇവിടെ എത്തുന്നതായിരിക്കും.